നമ്മളിപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് എത്തി. നമുക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്തു. അതാണ് പ്രശ്നം പറ്റിയത്. കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു, പക്ഷേ ആ സമയത്ത് PS4 റെക്കോർഡിംഗ് എന്തോ റീസൺ കൊണ്ട് വർക്കായില്ല. റെക്കോർഡിങ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. ബട്ട് എനിക്ക് നമ്മൾ ഡയമണ്ട് സൈൻ ചെയ്തു. 15 മില്യൺ പ്ലസ് വാൻ ഹെക്കെയാണ് നമ്മൾ ഓഫർ ചെയ്തത്. അത് അവർ അക്സെപ്റ്റ് ചെയ്തു. സൈനിങ് ഓക്കെ. ദെൻ വാൻഡർവെന്നെ നമുക്ക് 37 മില്യൺ കിട്ടി. സുഡാക്കോവിനെ 47 മില്യൺ. സുഡാക്കോവിനെ നമുക്ക് ആ സമയത്ത് LDs കുറച്ചുകൂടെ ഓവർ പ്രൈസ് ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ സുഡാക്കോവിലേക്ക് എത്തി. സോ ബോണി 40 മില്യൺ കിട്ടി. കെവിൻ ഷേഡയാണ് നമ്മൾ പുതിയ ലെഫ്റ്റ് വിങ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മിറ്റോമയാണ് നമ്മൾ സ്വാപ്പ് ചെയ്തത്. സോ മിറ്റോമ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏജ്ഡ് ആയി. സോ അതുകൊണ്ട് നമ്മൾ മിറ്റോമയെ മാറ്റിയിട്ട് നമ്മൾ കെവിൻ ഷേഡെ സൈൻ ചെയ്തു. ഇനിയും നമുക്ക് ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനുണ്ട്. കുറേ പേര് ഷോർട്ട് ലിസ്റ്റ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം എന്ന് നോക്കാം. നിലവിൽ സ്ക്വാഡിലേക്ക് ഒന്ന് പോകാം. സ്ക്വാഡിൽ നമ്മൾ സ്ട്രൈക്കറായിട്ട് ബോണിയെ കൊണ്ടുവന്നു. സുഡാക്കോവ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. പിന്നെ നമുക്ക് CDM പൊസിഷനിൽ ബലേബിക്ക് ഒരു പാർട്ട്ണർ ഇല്ല. അവിടെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഒരാളെ സൈൻ ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ലെവലിലേക്കാണ് പ്ലേസിനെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഏജ് ഒരു മാക്സിമം ഒരു 28 ഒക്കെ മതിയാവും. കാരണം അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു 2-3 സീസണിലേക്കും കൂടെ പ്ലേയേണ്ട പ്ലേയേഴ്സ് അല്ലേ. 16 മന്ത്സ് ഒരു 19 വരെ നമുക്കിപ്പം നല്ല പ്ലേയേഴ്സിനെ കിട്ടും. നമുക്ക് എന്തായാലും ഡിഫൻസീവ് മിഡ്ഫീൽഡ് നോക്കാം. ഫസ്റ്റ് ഇംഗ്ലണ്ട് തന്നെ നോക്കാം. എലിയട്ട് ആൻഡേഴ്സൊക്കെ നമുക്ക് നോക്കാൻ പറ്റുന്ന പ്ലെയർ ആണ്. പക്ഷേ എലിയട്ട് ആൻഡേഴ്സിന്റെ ഫേസ് ഇതിൽ ഡിഫൈൻ ചെയ്തത് കുറച്ച് പ്രശ്നമാണ്. പിന്നെ അതുമല്ല, എലിയട്ട് ആൻഡേഴ്സിന് എപ്പോഴും ഒരു ബിഗ് പ്ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണല്ലോ. നമ്മൾ ബ്രൈറ്റണിലേക്ക് തീരെ അൺറിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവന്നിട്ട് വലിയ ഒരു കാര്യമില്ല. റിയലായി നടക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷിക്കാൻ പറ്റാത്ത ട്രാൻസ്ഫർ. ആഡം ബാറ്റൺ, സാന്ദ്രോ ടൊണാലി ബ്രില്യൻറ്റ് പ്ലെയർ, പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു 80 മില്യൺ അടുത്ത് വരും. ഒനാന നമ്മുടെ കറക്റ്റ് പ്രൊഫൈൽ. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. റോമിയോ ലാവിയ, കോബി മൈനുവിനെ യുണൈറ്റഡിൽ നിന്ന് എടുക്കാൻ ഒരു എപ്പിക്സ് സമ്മതിക്കുന്നില്ല. മെയിൻ യുണൈറ്റഡ് ലെജൻഡ് ആവട്ടെ, നമ്മളായിട്ട് അതിനെടുത്ത് നിൽക്കണ്ട. ഫ്രാൻസ് നോക്കാം. കൊള്ളാവുന്ന ഒരുത്തം പോലും ഇല്ലല്ലോ. ജയർ എമറി സെൻട്രൽ മിഡ്ഫീൽഡറാണ്. അതാണ് അവനെ നോക്കിയിട്ട് കാണാത്തത്. നമ്മൾ ജയർ എമറി തപ്പിയെടുത്തിരിക്കുന്നത് നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് പ്ലെയർ ആണ്. 83 ഓവറോൾ ആയി ഓൾറെഡി ആണ്. 91 പൊട്ടൻഷ്യൽ. സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കാം, സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡും കളിക്കാം. അതാണ് നമുക്ക് ആ പ്ലെയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഗെയിമിൽ ഒരു അഡ്വാൻറ്റേജ് അതാണ്. നമുക്ക് ആ പൊസിഷൻ വൈസ് ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ബുവാദി നമ്മൾ ആലോചിക്കുന്ന പ്ലെയറാണ്. ബുവാദി. ഒനാനെ ഇപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. റിക്കി ഉണ്ട്, നല്ല ഓപ്ഷനാണ്. എഡേഴ്സൺ ഈസ് ഓൾസോ അനദർ ഓപ്ഷൻ, പക്ഷെ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ജയർ എമറിലേക്ക് തന്നെ പോവാം. ഇന്റർസെപ്ഷൻസ് 82, സ്റ്റാമിന 91, ഷോട്ട് പാസ് 53. നമ്മുടെ അവൈലബിൾ ബഡ്ജറ്റ് 98 ആണെന്നാണ് തോന്നുന്നു. ഇനി നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് പ്ലെയർ സ്വാപ്പ് ചെയ്ത് നോക്കിയാലോ. ഏതെങ്കിലും കൊള്ളാവുന്ന സ്ട്രൈക്കർ സർവീസ്
മിഡ്ഫീൽഡർ നോക്കിയാലോ? വേണ്ട അവനെ നമുക്ക് എന്തായാലും കീപ്പ് ചെയ്യണം. വലയെ കീപ്പ് ചെയ്യണം, എയറെ കീപ്പ് ചെയ്യണം. റൂട്ടറിനെ വെച്ചൊന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കിയാലോ? റൂട്ടറിന് നമുക്കൊരു 16 million വാല്യൂഷൻ ഇടാം. 16 million പ്ലസ് മാർക്കറ്റ് വാല്യൂ ഒരു 28 പ്ലസ് 16 എന്ന് പറയുമ്പോൾ 34, 30 പ്ലസ് 7+10% കുഴപ്പമില്ല. അത് നമ്മൾ വിൽക്കുമ്പോഴില്ല, നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലെ 20 ദിവസമുള്ളൂ. ഇപ്പോൾ തന്നെ അവനെ ചെല്ലേണ്ട യാതൊരു ആവശ്യമില്ല. 35 കൊടുത്താൽ എഗ്രി ചെയ്യോ? എൻട്രിക്ക് സമ്മതിച്ചിരിക്കുകയാണ്. എൻട്രിക്ക് ശരിക്കും എന്തിനാണ് ജയറമറി വിട്ടുകളയുന്നത്? റിയലിസ്റ്റിക് അല്ല. ബ്രൈറ്റൺ ബോൾഡ് ക്ലബിലേക്ക് എമറി വരും എന്ന് ചിന്തിക്കാനേ വരില്ല. ഇത് എമറി ഏജന്റുമായിട്ട് വന്നു. ചെറിയ പയ്യനായതുകൊണ്ട് ചേച്ചിയായിട്ടാണ് വന്നിരിക്കുന്നത് തോന്നുന്നു. ആ ശരിക്കും ലേഡി ഏജൻസ് ഉണ്ടോ? നമുക്ക് ആർക്കും അങ്ങനെ അറിയില്ല. ഇതൊരു ജനറൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി അവർ ആഡ് ചെയ്തിരിക്കുന്നതാണ് വെച്ചാൽ പൊതുവെ നമ്മൾ കേൾക്കുന്ന എല്ലാം 5 years റിലീസ് ക്ലോസ് ഒന്നും വേണ്ട. ഭയങ്കര ഈസി ആയിട്ട് നടക്കുന്നതാണല്ലോ. നമ്മളുടെ ബഡ്ജറ്റ് വൈസ് നമുക്ക് 70 million മുകളിലൊരു പ്ലെയറിന് നമ്മൾ പുതിയ പ്ലെയേഴ്സിന് കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ്. ഡൺ. താങ്ക് യു ചേച്ചി. ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ കാണാം. നമ്മൾ സൈൻ ചെയ്യുന്ന പ്ലെയർ ഒരു സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ വരുമ്പോൾ ഓട്ടോഗ്രാഫ് കൊടുക്കും നമ്മൾ. ബട്ട് ജയറമറി ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത് വാൻഡർവെനൊക്കെ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആളായി. ഇപ്പോൾ പ്ലെയേഴ്സിനൊക്കെ വെൽക്കം ചെയ്യുന്നൊക്കെ അവിടെ. അവനെ ജിൻസന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണല്ലോ അല്ലേ? വാൻഡർവെനും സുഡാക്കോവും ആണ് നിൽക്കുന്നത്. അവർ കഴിഞ്ഞ മാസം ക്ലബിൽ വന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ക്ലബിന്റെ ആൾക്കാരായിട്ട് അവർ നിൽക്കുവാണ്. $35, 6-8 കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്പേഴ്സ് നമുക്ക് നോക്കാം. ഡിസർവ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. 35 ഓക്കെ. ബട്ട് ഒരു ഫസ്റ്റ് 11 കളിക്കുന്ന ഒരു പ്ലെയറിന് ഒരു സോളിഡ് നമ്പർ കൊടുക്കാം. 8 ആയിരിക്കും പ്രോബബ്ലി നല്ലത്. സോ ഇതൊരു ബാർഗെയിൻ ഡീൽ തന്നെയായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 50 million ഈ ഡീല് സെറ്റ് ചെയ്തു. 53 ആണ് മാർക്കറ്റ് പ്രൈസ് ഉണ്ടായിരുന്നത്. നമ്മൾ ചീപ്പായിട്ട് തന്നെ ന്യൂ സ്റ്റാർ പ്ലെയർ. സോ അയാരിയെ നമ്മൾ റീപ്ലേസ് ചെയ്യും. ബെസ്റ്റ് പോസിബിൾ ഡീൽ 50. സോ റൂട്ടറിന് എനിവേ നമുക്ക് സെല് ചെയ്യേണ്ട പ്ലെയറാണ്. നമ്മൾ സെല് ചെയ്യാൻ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലെയറിന്റെ ആക്ച്വൽ വാല്യൂ തന്നെ കിട്ടുള്ളൂ. അതിൽ കൂടുതലായിട്ടും കിട്ടില്ല. സോ ഇത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. സോ ജയറമറി നമ്മൾ ഫസ്റ്റ് 11ലേക്ക് ലോഡ് ചെയ്തു. നൗ ഇപ്പം നമ്മളുടെ ഫസ്റ്റ് 11 ഒരു പ്രോപ്പർ ഫസ്റ്റ് 11 ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇനി നമ്മൾ സ്ക്വാഡിലേക്ക് പോയാൽ നമ്മൾ ഇവനൊന്നും ട്രാൻസ്ഫർ ലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്തില്ല. നമ്മൾ മറന്നുപോയി ഇതിനൊക്കെ ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാത്തിനും തട്ടി ട്രാൻസ്ഫർ ലിസ്റ്റിലേക്ക് ഇട്ടേക്ക്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ലിസ്റ്റ് മുഖം പോലും നോക്കാതെ നമ്മളങ്ങ് ട്രാൻസ്ഫറിലേക്ക് ആഡ് ചെയ്താൽ മതി. പിള്ളേർ ഇഷ്ടം പോലെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ യൂത്ത് അക്കാഡമി സൈൻ ചെയ്യാം. എല്ലാവരും ആഡ് ചെയ്തു, ഒന്നും നോക്കണ്ട. ഇവന്നെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ നമുക്ക് ഓൾറെഡി ആ പൊസിഷനിൽ സ്ട്രൈക്കറായിട്ട് കോസ്റ്റുലൂസ് ഉണ്ട്. സോ അവനെ വളർത്തിയെടുക്കേണ്ടതാണ് നമ്മളുടെ ഒരു നെക്സ്റ്റ് സീസണിലേക്കുള്ള നമ്മളുടെ ടാർഗറ്റ്. ഒരു ബെഞ്ചിൽ നിന്ന് വന്ന് ഗോളൊക്കെ അടിക്കുന്ന രീതിയിൽ സ്ട്രൈക്കറാക്കി നമുക്ക് കോസ്റ്റുലൂസിനെ ഡെവലപ്പ് ചെയ്യണം. സോ ആ പൊസിഷനിൽ വേറെ പിൻഷൽവുഡ് ഇവനെ നമ്മൾ ആദ്യമേ വിൽക്കാനായിട്ടിട്ടാണ്. പക്ഷേ അതെന്താ നമ്മൾ ട്രാൻസ്ഫർ സെറ്റ് ചെയ്തില്ല. കറക്റ്റ്
അതിലേക്ക് നമ്മൾ പോയില്ലല്ലോ. കൊപ്പോള പേരൊക്കെ കൊള്ളാം. സെൻട്രൽ ബാക്ക് വേണ്ട, നമുക്ക് കുറച്ച് ആവറേജ് സെൻട്രൽ ബാക്സും കൂടെ വേണം. അതായത് ഫസ്റ്റ് 11 കളിപ്പിക്കാനും പറ്റില്ല, എന്നാൽ ഫസ്റ്റ് 11 കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് പരാതിയും പറയാത്ത പ്ലേയേഴ്സ് ആയിരിക്കണം. സോ നമുക്കൊരു റൊട്ടേഷനിൽ സൈൻ ചെയ്യാൻ പറ്റിയ പ്ലേയേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് നോക്കട്ടെ. നമുക്ക് ആദ്യം എന്തായാലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് 11 ഒരു പ്രോമിസിങ് ടാലൻസും ഇവരൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് ഒരു കാര്യം കൂടെ, നമുക്ക് ട്രാൻസ്ഫർ ഒരുപാട് സെയിൽസ് നടക്കാനുണ്ട്. ഈ പ്ലേയേഴ്സിനെ സെയിൽ ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് നമുക്ക് ഒരു സ്റ്റാർ പ്ലെയറിനെ സൈൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്. പക്ഷെ അത് നടക്കുമെന്നറിയില്ല. എല്ലാ പൊസിഷനും നമ്മൾ ഫില്ല് ചെയ്തു. ഇവിടെ ഏത് സ്ട്രൈക്കർ അല്ലെങ്കിൽ വിങ്, ലെഫ്റ്റ് വിങ് ഓർ റൈറ്റ് വിങ്, അവിടെ ഒരു സ്റ്റാർ പ്ലെയർ വന്നാൽ നന്നാവും തോന്നുന്നു. കാരണം നമ്മളുടെ റവന്യൂ, ക്ലബിന്റെ റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് മെർച്ചൻഡൈസ്, ജേഴ്സി സെയിലിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്റ്റാർ പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് ഫോർ ദ ഫ്യൂച്ചർ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നമ്മൾ വീണ്ടും സിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രീ സീസൺ ടൂർണമെന്റിനുള്ള നെക്സ്റ്റ് സീസണിലേക്കുള്ള പ്രീ സീസൺ ഉണ്ടാവും. ആ പ്രീ സീസൺ ടൂർണമെന്റ് ഇൻവൈറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടൂർണമെന്റ് കളിക്കുന്നതാണ്. സോ ബൈ ദാറ്റ് ടൈം നമ്മൾ കുറച്ച് സെയിൽസ് ഒക്കെ നടത്തി. അപ്പോൾ ഭയങ്കര സങ്കടത്തിലാണ് പോകുന്നത്. ഇവിടെ വന്നിട്ട് യാതൊരു കാര്യമില്ലാതെന്ന് പറഞ്ഞിട്ടാണ് എവിടെയെങ്കിലും പോയി നന്നായിട്ട് കളിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 11 അടുപ്പിക്കുന്നില്ല. നല്ല പ്ലെയർ ആയിരുന്നു. പക്ഷെ നമുക്ക് പുതിയ പ്ലേയേഴ്സൊക്കെ വന്നപ്പോൾ പിന്നെ പ്രോപ്പർ ഫസ്റ്റ് 11 മിനിറ്റ്സ് കിട്ടിയില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും സെയിലാണ്. 23 മില്യണൊക്കെ വർത്തുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അത്രയൊന്നും കിട്ടിയില്ല. നമ്മൾ എല്ലാ പ്ലേയേഴ്സിനെയും കൂട്ടത്തോടെ സെയിൽ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് അങ്ങനെ കിട്ടുക. അല്ലെങ്കിൽ ആരെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണം. 7 മില്യൺ ഒരു 12 കിട്ടാൻ ചാൻസ് കുറവാണ്. പ്രൊജക്ട് ചെയ്ത് പോകുമെന്ന് അറിയില്ല. അയാരി 19 മില്യൺ പാരീസിന്. സോ കുഴപ്പമില്ല. ലില്ലിക്കും ഓഫർ കൊടുത്തിട്ടുണ്ട്. അവർ കുറച്ച് ഓഫർ പറയട്ടെ, എന്നിട്ട് ഫൈനലി തീരുമാനിക്കാം. മൈക്കിൾ ഗോമസ് അയാരിക്ക് ഓഫർ ഇതുവരെ കിട്ടിയിട്ടില്ല. അക്സെപ്റ്റ് ചെയ്യണ്ട. അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ ലില്ലിയുടെ ഓഫർ നിൽക്കില്ല. മൈക്കിൾ ഇതിന് അക്സെപ്റ്റ് ചെയ്ത് വിട്ടേക്കാം. കാരണം ഇത് നമ്മൾ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല. വളരെ നിസ്സാര പൈസയല്ലേ ഉള്ളൂ. ഗോമസിന് ഡെലിഗേറ്റ് ചെയ്യണം. ഗോമസിനെ നോക്കുകയാണെങ്കിൽ സ്ക്വാഡ് പ്ലെയർ ആയിട്ട് കീപ്പ് ചെയ്യായിരുന്നു. കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറഞ്ഞു, ഗോമസിനെ നമ്മൾ വേണമെങ്കിൽ സ്റ്റാർട്ട് 11 ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാമായിരുന്നു. എനിവേ നമുക്ക് സ്ക്വാഡ് പ്ലേയേഴ്സ് വേറെ സൈൻ ചെയ്യേണ്ടി വരും. സോ ബെറ്റർ നമുക്ക് ഗോമസിനെ ഇപ്പോൾ ഒരു പ്ലെയർ ആയിരുന്നു. ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് വിടാം. ഇവൻ ഫെർഗൂസിന് ഓഫർ വന്നിട്ടുണ്ട്. പാരീസ് എഫ് സി എന്നാണ് ഓഫർ വന്നിരിക്കുന്നത്. PSG അല്ല, പാരീസ് എഫ് സി. ഇപ്പോഴും ഓഫർ ഇട്ടിട്ടില്ലേ? 19 മില്യൺ 2 ദിവസം കഴിഞ്ഞല്ലോ. എന്തോ ഓഫർ ഇടട്ടെ. എൻഷ്യൽ വുഡിന് 12 മില്യൺ ബെറ്റർ ഓഫർ വരാൻ നോക്കാം. ജിമാസ് 2.7 മില്യൺ ഡെലിഗേറ്റ് ഒരു 4 മില്യൺ കിട്ടുവാണെങ്കിൽ ഇവിടെ. ഇവൻ ഫെർഗൂസൺ 17 മില്യൺ ഓഫർ കൊടുത്താൽ ഒരു 25 കിട്ടും. യെസ്, നല്ല സ്ട്രൈക്കറാണ്. 25 അല്ല 30-35 കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് എങ്ങനെയും കുറച്ച് ബഡ്ജറ്റ് കൂട്ടണം. ഇപ്പം നമുക്ക് എത്ര ഒരു 30 മില്യൺ അങ്ങനെ ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ. 3 പൊട്ടൻഷ്യൽ സൈനിങ്സ് റെഡി ടു ഗോ. സോ അയാരി 19 മില്യൺ 19 ലില്ലി എഗ്രി ചെയ്തു. ഓക്കെ. വിൻഷ്യൽ വുഡിന് 13. സ്പോർട്ടിങ്ങിന്റെ ഓഫർ വരട്ടെ. അയാരി നമ്മൾ ഓക്കെ പറഞ്ഞു. പാരീസിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഉസ്മാൻ എവിടെയാണ് ഉസ്മാൻ? ഉസ്മാൻ സണ്ടർലൻഡിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ട്.
8 million. മോശമല്ല കേട്ടോ, 21 വയസ്സ്, 74 ഓവറോൾ, നോട്ട് ബാഡ്. സീമാസ് അതിൽ കൂടുതൽ കിട്ടില്ല, അക്സെപ്റ്റ് ചെയ്ത് വിടാം. നൗ ഗോമസ് 12 million. ഓക്കെ, ദാറ്റ്സ് എ മാക്സിമം. ഗുഡ്. നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. 7 million, അതിലപ്പുറം കിട്ടില്ല. ഓക്കെ, ആക്സെപ്റ്റ്. സർ നമ്മുടെ പഴയ സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു, ഗ്രോസിന്റെ കൂടെ പ്ലെയർ ചെയ്തിട്ടില്ല. 20 million കിട്ടും. ഫസ്റ്റ് ലെവൽ പ്ലെയർ ആയിരുന്നു. നമുക്ക് ഗായരമരി ഉണ്ട്, ബലേബ ഉണ്ട്. ബിഗ് ക്ലബ്സ് കൊതിക്കുന്ന മിഡ്ഫീൽഡാണ് നമ്മൾ ബിഗ് ക്ലബായി. ഓക്കെ, നമുക്ക് ഇതാകുമ്പോൾ മിലാനൊക്കെ ഉണ്ട്, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇത് മതി, മിലാൻ UA. ബട്ട് ഫിഫയ്ക്ക് ഒരു പ്രശ്നമാണ്. ഇപ്പം മിലാനൊന്നും ഒഫീഷ്യൽ ഒറിജിനൽ ക്രസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഒറിജിനൽ ജേഴ്സി യൂസ് ചെയ്യാൻ പറ്റില്ല. സോ മിലാനൊക്കെ മിലാനോ എന്ന് പറഞ്ഞൊരു ക്ലബ്ബായിട്ടാണ് വരുന്നത്. അതുപോലെ ഇന്റർ വേറൊരു പേരിലാണ് വരുന്നത്. പിന്നെ പല ക്ലബ്സും അല്ല, ഇപ്പം അറ്റ്ലാന്റയ്ക്ക് എന്തായിരുന്നു, അറ്റ്ലാന്റിന്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ പല നെയിംസിലാണ് ഓരോ ക്ലബ്ബുകളും വരുന്നത്. അതൊരു സുഖമുള്ള പരിപാടിയല്ല. ബട്ട് ഗുഡ് തിങ്, പ്രീമിയർ ലീഗിൽ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, ലാ ലീഗയിലും ഇല്ല. പക്ഷേ ഇറ്റാലിയൻ ലീഗ് കടവായി. പല മേജർ ക്ലബ്സും ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഫിഫയുടെ ഒരു സുവർണ കാലഘട്ടം, ഒരു 2015 വരെയൊക്കെ എല്ലാ ക്ലബ്സും ഇപ്പം ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യം നമുക്ക് ഇന്റർനാഷണലിൽ കളിക്കാൻ നോക്കിയാലും ബ്രസീലില്ലല്ലോ. ട്രാൻസ്ഫറിൽ പോലും ബ്രസീലിയൻ പ്ലേയേഴ്സിനെ ലിസ്റ്റ് ചെയ്യില്ല. ബ്രസീലിയൻ ലീഗിൽ നിന്ന് ഡയറക്റ്റുള്ള പ്ലേയേഴ്സിനെ ലിസ്റ്റ് ചെയ്യില്ല. അതൊക്കെ ഗെയിമേഴ്സിനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കുന്ന കാര്യങ്ങളാണ്. ഹിൻഷൽവുഡ് കെട്ടിയെടുത്തു 12 million. ഹിൻഷൽവുഡിനെ പറഞ്ഞു വിട്ടു. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ന്യൂസ് ക്ലിപ്സ് ഒക്കെ വരും. ഹിൻഷൽവുഡ് സർപ്ലസ് അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, സോറി ബ്രൈറ്റൺ എന്നൊക്കെ പറഞ്ഞു വരും. ബൈ ദ വേ, ഈ സമയത്ത് പാരലലി വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. ആ വേൾഡ് കപ്പിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് ന്യൂസിൽ വരും. അത് നോക്കാം. ന്യൂസ് വരുമോ നോക്കട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ സെയിൽസ് ഒക്കെ അത്യാവശ്യം കുറെ സെയിൽസ് നടന്നു. ഓഫർ ക്യാഷ് ഇവനാരാന്ന് പോലും അറിയില്ല. ഈ എക്സ്ചേഞ്ച് പ്ലെയർ വേണ്ട, കൊടുക്ക്, കിട്ടുന്നാവട്ടെ. അപ്പൊ നമുക്ക് നാപ്പോളി ആയിട്ടാണ് ഫസ്റ്റ് മാച്ച് വരുന്നത്. കോണ്ടിനെന്റൽ കപ്പ് എന്നാ പറഞ്ഞത്. നെയിമും ഇതിന്റെ ബഡ്ജറ്റും ഒന്നും അല്ല പ്രശ്നം. നമ്മൾ ജസ്റ്റ് ഒരു പ്ലേയേഴ്സിന് ഒരു എക്സ്പോഷർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രീ സീസൺ കളിക്കുന്നു. നമുക്ക് പുതിയ പ്ലേയേഴ്സിനൊക്കെ വാങ്ങി ആ മാച്ച് ജയിക്കുന്ന പോലും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് നമ്മൾ ജസ്റ്റ് കളിക്കുന്നു, പ്രീ സീസൺ കളിക്കുന്നു. അത്ര ഉസ്മാൻ 8 million. എല്ലാം ബാഡ് നെഗോഷിയേഷനാണ്. നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒരു 10 million വാങ്ങാമായിരുന്നു. വെസ്റ്ററിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ വന്നിട്ടുണ്ടല്ലോ, 4 million. ഓക്കെ, 16 million. കുറച്ച് കൂടുതൽ വിട്ടു കൊടുക്കാം. അത്ര കിട്ടിയാലും ലാഭമുള്ളൂ. 168 million ആയി നമുക്ക്. നമ്മൾ ലാസ്റ്റ് സൈനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് 30 million ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറെ സെയിൽസ് നടന്നു. സോ 168 million ആയി. നമുക്ക് വേണമെങ്കിൽ ബുവാദിയൊക്കെ നോക്കാം. നമുക്കൊരു വിങ്ങർ വേണം. അതായത് ഒരു സെക്കൻഡ് ഹാഫിൽ കളി നന്നായിട്ട് കൊണ്ടുപോകാൻ ഒരു വിങ്ങർ വേണം. പിന്നെ ഒരു സെന്റർ ബാക്ക് വേണം. സെന്റർ ബാക്ക് നമുക്കൊരു സ്പെയർ സെന്റർ ബാക്ക് ഇല്ല. 33 million റിലീസ് ക്ലോസ് ആണോ കൊടുത്തത്? 33 million ഉള്ള വർക്കൊന്നുമില്ല. ഓക്കെ, ജെൽസ് നല്ല പ്ലെയറാണ്. ജെൽസ് എന്നാണോ എനിക്കറിയില്ല എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത്. ബട്ട് ഇതിന് മുന്നേ വേറൊരു സീസണിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് നന്നായി ഡെവലപ്പ് ആവുന്നൊരു പ്ലെയറാണ്. ഒരു 85-86
അതിന് മുകളിലൊക്കെ ഡെവലപ്പ് ആകും. 90 ആണ് ഓവറോൾ പറയുന്നത്. സോ ഏജ് 20, 75 ഓവറോൾ. നമ്മളുടെ ഒരു സെൻട്രൽ ബാക്കിന് വേണ്ട എല്ലാ ബോക്സും ചെക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ട്, ക്ലിയറൻസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്, സ്പേസ് ഉണ്ട്. നമ്മുടെ കൗണ്ടർ അറ്റാക്ക് നമ്മൾ ആദ്യം തന്നെ പറയുന്നതാണ്, നമുക്ക് സ്പീഡുള്ള പ്ലേയേഴ്സ് വേണം. അത് അറ്റാക്കേഴ്സിനേക്കാളും കൂടുതൽ സ്പീഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സെൻട്രൽ ബാക്കിനും ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനുമാണ്. കാരണം നമുക്ക് കൗണ്ടർ അറ്റാക്കിനെ പിടിക്കണമെങ്കിൽ സ്പേസ് ഉള്ള സെൻട്രൽ ബാക്ക് വേണം. അല്ല അതർവൈസ് വാൻഡൈക്ക് വന്നാലും രക്ഷയില്ല. വാൻഡൈക്ക് ഒരു ഭയങ്കര പ്ലെയർ ആയിട്ടല്ല, ബട്ട് വാൻഡൈക്കിനെ പോലെ പ്ലെയർ വന്നാലും രക്ഷയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. സോ കഴിഞ്ഞു, നമ്മൾ നല്ലൊരു പ്രോമിസിങ് സെൻട്രൽ ബാക്കിനെ സൈൻ ചെയ്തു. നമുക്ക് ഒരു സെൻട്രൽ ബാക്ക് കൂടെ ആവശ്യമുണ്ട്, പക്ഷെ അത് ഒരു ഫ്യൂച്ചർ ടാലന്റ് അങ്ങനത്തെ ഒരു പ്ലെയർ അല്ല. കാരണം നമ്മൾ അങ്ങനെ നമുക്ക് 2 പ്ലേയേഴ്സിനെ ഇങ്ങനെ നമ്മൾ ബാക്കപ്പ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് 2 പ്ലേയേഴ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളുടെ ഫ്യൂച്ചറിലേക്കുള്ള നമ്മൾ കാണുന്ന പ്ലെയർ ഓൾറെഡി നമുക്ക് ഫ്യൂച്ചർ ടാലന്റ് ഉണ്ട്. ഇപ്പോൾ ഡിയമോണ്ടെ നമ്മളൊരു ഫ്യൂച്ചർ പ്ലെയർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കൊരു റൊട്ടേഷണൽ പ്ലെയറും കൂടെ നമുക്ക് വേണം. ബുവാദി 25 ആണ് പറയുന്നത്, പക്ഷെ ബുവാദി നമ്മൾ സൈൻ ചെയ്യണം വേണമെന്നുള്ളത് നമ്മൾ ഇപ്പോഴും ആലോചിക്കേണ്ട വിഷയമാണ്. ഈൽഡിസ് സ്റ്റിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ ക്ലബിന് വേണം. സോ ഈൽഡിസിനെ നമുക്ക് ഇപ്പോഴും ഷാഹിദ് അൽ മല ഇവനെ നമ്മൾ സ്കൗട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്, പക്ഷേ അവൻ ബാഴ്സയിൽ പോയി. കോൻഡെ സൈൻ ചെയ്താൽ കോൻഡെ റൈറ്റ് വിങ് ആയിരിക്കും. നമുക്ക് ഓൾറെഡി മിൻറ്റെ ഉണ്ട്. നമുക്ക് മിൻറ്റയുമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കളിക്കാൻ പറ്റിയൊരു പ്ലെയർ എന്ന രീതിയിൽ നമുക്ക് കോൻഡെ അപ്രോച്ച് ചെയ്യാം. നിക്കോ പാസ്, ബൊഹോയ നല്ല ഓപ്ഷനാണ്. പക്ഷേ ക്വെൻഡെയാണ് കുറച്ചുകൂടെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കാൻ. ഫ്യൂച്ചറിൽ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ ചാൻസ് ഉണ്ട് ക്വെൻഡെ. ചെൽസിയിൽ സൈൻ ചെയ്തിട്ട് പിന്നെ വീണ്ടും ലോണിൽ പോയോ? അങ്ങനെയാണല്ലോ, അത് തിരിച്ച് വീണ്ടും സ്പോർട്ടിങ്ങിൽ പോയോ? ക്വെൻഡെ ചെൽസിയുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു, അത് ഓർമ്മയുണ്ട്. സൈൻ ചെയ്തൊന്നും ഉറപ്പില്ല. എനിവേ നമുക്കൊരു 20 ഓക്കെ പറയാലോ. ഇതറിഞ്ഞ 26 പറയണ്ടായിരുന്നു, 20 ഇട്ടാൽ മതിയായിരുന്നു. വെറുതെ 6 million വേസ്റ്റ് ആയി. ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്, അത് പണിയാകാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു റൊട്ടേഷൻ കൊടുത്താലോ? അക്സെപ്റ്റ് ചെയ്യുമോ? നോ വേ. ഇമ്പോർട്ടൻ്റ് പ്ലെയർ, ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എല്ലാ മാച്ചും കളിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് പോസിബിൾ. മോസ്റ്റ്ലി ഇവൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഐ എം നോട്ട് ഗെറ്റിംഗ് ഇനഫ് പ്ലേയിങ് ടൈം ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ നോക്കാം, അങ്ങനെ പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് വിൽക്കാം. അതപ്പം ആലോചിക്കാം. സ്കിപ്പ് ചെയ്ത് വിട്ടു. വീണ്ടും ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും ട്രെഡ്മില്ലിൽ ഓടുന്നതൊന്നും വെറുതെ എന്തിനാ കാണുന്നത്? സോ 2 പ്ലേയേഴ്സിനെ കൂടെ നമ്മൾ സൈൻ ചെയ്തു. നമ്മളൊരു പുതിയ ടീം ഷീറ്റും കൂടെ നോക്കുകയാണ്. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു റിസർവ് ടീം ലിസ്റ്റ് നമുക്ക് വേണം. സോ അപ്പോഴേ നമുക്ക് നമ്മുടെ ടീമിന് എല്ലാ പൊസിഷനിലും സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. നമ്മൾ ബോണിക്ക് പകരം കോസ്റ്റുലർ, സുഡോക്കോവിന് പകരം ഗ്രൂഡ, റൈറ്റ് വിങ്ങിൽ മിൻറ്റയ്ക്ക് പകരം ക്വെൻഡ, ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ ഷേഡയ്ക്ക് പകരം തൽക്കാലം ഒരു പ്ലെയർ ഇല്ലേ കെവിൻ ഷേഡയ്ക്ക് പകരം? യെസ്. സോ അതൊരു വോയിഡാണ്. നമുക്ക് അവിടെ ഒരു പ്ലെയർ വേണം. ജയർ എമറിക്ക് പകരം ഗ്രോസ് ആരുമില്ല. സോ ഇവിടെയാണ് നമുക്ക് ബുവാദി പോലത്തെ ഒരു പ്ലെയറിൻ്റെ ആവശ്യം. സോ കണ്ടോ, നമുക്ക് അങ്ങനെ ഒരു പ്ലെയർ ഇല്ല. സോ അതൊരു വോയിഡാണ്. ബലേബയുടെ കേസ് സെയിം തന്നെ. ബലേബ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരാളില്ല. ഇവിടെ വാൻഡർവെനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ജെൽസ് അവൈലബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ഡിയമോണ്ടെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ പ്ലെയർ ഇല്ല. വിങ് ബാക്ക് നമുക്കൊരു പ്രോമിസിങ് വിങ് ബാക്ക് വേണം. കാരണം ഇവർ രണ്ടുപേരും ഫസ്റ്റ് 11 പ്ലേയേഴ്സ് ആണ്, സോളിഡ് പ്ലേയേഴ്സ് ആണ്. പക്ഷെ നമുക്കൊരു ഫ്യൂച്ചർ, നമ്മളൊരു
സൂപ്പർ സ്റ്റാർ സ്ക്വാഡ് ആകുമ്പോൾ ഇവരാരെങ്കിലും ആ ലെവലിലേക്ക് വരും നമുക്ക് ഉറപ്പില്ല. അതിനുള്ള പൊട്ടൻഷ്യൽ അവർക്കില്ല. ഗോൾ കീപ്പർ നമുക്കുണ്ട്, റഷ്ഫോർഡിനെ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്ക്വാഡ് മാക്സിമം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എപ്പിസോഡ് മുതൽ നമുക്ക് സ്ക്വാഡ് ഇനിയും ആഡ് ചെയ്യാനുണ്ട് പ്ലേയേഴ്സിനെ. ഓക്കെ.